എൻ്റെ ജോലി വളരെയധികം പാടുള്ള ജോലിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം 200-250 കിലോമീറ്റർ ഓടി നടക്കുകയും ബൈക്കിൽ സഞ്ചരിക്കുകയും ഓരോ ഡീലർഷിപ്പായിരുന്നു, സെയിൽസ്, മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. ഈ പോകുന്ന വഴിയാത്രകളിൽ വളരെയധികം ദുർഘടമായിരുന്നു. മഴക്കാലത്ത് മഴയുടെ പ്രശ്നങ്ങൾ, ചൂട് കാലത്ത് ചൂടിൻ്റെ പ്രശ്നങ്ങൾ ആ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എനിക്ക് നല്ലൊരു ജോലി വേണം. അത് ഒന്നാമത്തെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ പ്ലെയിനിൽ പോകാൻ പ്ലെയിനിൻ്റെ ഏകദേശം തൊട്ടടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം 10-50 പ്ലെയിനുകളാണ് നമ്മുടെ മേളിൽ കൂടി പോകുന്നത്. എന്നാൽ പ്ലെയിനിൽ ഒരു പ്രാവശ്യം പോലും കയറിയിട്ടില്ല. ഒത്തിരി അനവധി പേര്, എന്നെക്കാൾ ചെറിയ പേര് കയറുന്നു, എന്നാൽ എനിക്ക് ഒരു പ്രാവശ്യം കയറുവാൻ സാധിക്കുന്നില്ല. പിന്നെയുള്ളത് മൂന്നാമത്തെ കേസ്, ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യണം. ഒരു പ്രാവശ്യം അതിരപ്പള്ളി വന്നപ്പോൾ 1500 രൂപ 5 മിനിറ്റ് യാത്ര ചെയ്യണതിന്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അങ്ങനെ ഞാൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതൊന്ന് ഒഴിവാക്കി. പിന്നെ നാലാമത്തെ ഏറ്റവും വലിയ വിഷയം, 2018 റഷ്യയിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഞാൻ മലപ്പുറത്തായിരുന്നു. അപ്പോൾ മലപ്പുറത്തായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ മാനേജർ ആവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാനേജർ ആവുമ്പോൾ ഞങ്ങൾ എടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ 2022 ഞങ്ങൾ ഖത്തറിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത് അറിയാം. അപ്പോൾ ആ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ പോകും. കാരണം ഞങ്ങൾ മാനേജറാണല്ലോ, കയ്യിൽ നല്ല പൈസയൊക്കെ ഉണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ ഈ 4 തീരുമാനങ്ങളാണ്. ഈ 4 തീരുമാനങ്ങൾ ഒരിടയ്ക്ക് എടുത്തതല്ല. ഈ 4 തീരുമാനം പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, ഞാൻ ആയിരുന്ന വേളകളിൽ, ഞാൻ പോകുന്ന യാത്രകളിലൊക്കെ ആയിരുന്നു ഈ 4 തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ അതിശയകരമാവുന്ന വഴിയൊന്നും ഓർക്കണം. ഈ 4 തീരുമാനങ്ങളിൽ ദൈവം എങ്ങനെ ഞാൻ അങ്ങനെ മുട്ടിപ്പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ അന്തരങ്ങളിൽ ആ വിഷയങ്ങളും ആ വിശ്വാസവും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ മുട്ടിപ്പായിട്ടിരുന്നിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഒന്നാമത്തെ കേസ്, ഒരു ഒക്ടോബറിലാണ്, എനിക്കിപ്പോഴും അറിയാം, മമ്മി എന്നെ വിളിക്കുന്ന ഒരു സമയമുണ്ട്. മമ്മി എന്നെ വിളിച്ച്, നീ ട്രെയിനിങ് ചെയ്തു, എന്നാലും നിനക്ക് ജോലിയുടെ കാര്യമൊന്നുമല്ല. കാരണം ട്രെയിനിങ് ഒരു ഡിസംബറിൽ ചെയ്തു, ഏകദേശം 1 വർഷമായി. എന്നിട്ടും എനിക്ക് ജോലിക്കായുള്ള ഒരു വിളി എങ്ങുന്നൊന്നും വന്നിട്ടില്ല. അപ്പോൾ മമ്മി പറഞ്ഞു, നിനക്ക് ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസം പോയി, നിനക്ക് പ്രാർത്ഥനയില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ജോലി സ്ഥലത്താണ്, കസ്റ്റമറെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മി വിളിക്കുന്നത്. അപ്പോൾ ഞാനും ആകെ ഇതായി. കാരണം എന്തുകൊണ്ട് പറയുന്നത്, ഞാൻ പിന്നെ മമ്മിയോടൊന്നും പറഞ്ഞില്ല. പ്രതികാല ദൈവത്തിന് വിളി എന്നത് ഓർക്കണം. ആ വിളിച്ച് വൈകുന്നേരം 4 മണിക്ക് എനിക്ക് രാജൻ സാറിൻ്റെ ഇന്ന് മുംബൈയിൽ നിന്നൊരു കോള് വരുവാണ്. ആ കോള് വന്നിട്ട് എന്നോട് ഇംഗ്ലീഷിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഇംഗ്ലീഷിൽ ഞാൻ മറുപടി പറഞ്ഞു. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം എക്സ്പീരിയൻസ് സെയിൽസിൽ മാത്രമാണ്. ആ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ ഉള്ള എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു. അങ്കിൾ എന്നെ വിളിച്ചു, നിനക്ക് ഓക്കെ ആണ്, നിനക്ക് ജോലി കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഒരു 15 ദിവസങ്ങളിലുള്ളിലാണ് ഞാൻ ഖത്തറിൻ്റെ പ്രദേശത്ത് ഒരു ചിലവും കൂടുമില്ലാതെ ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ മെഡിക്കല്, അതുപോലുള്ള സാധന സാമഗ്രികളൊന്നും മേടിക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല. എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നടന്നു. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ഒരു ആഗ്രഹം, ജോലി കിട്ടുന്നൊരു കാര്യം, അത് കർത്താവിൻ്റെ കൃപയാൽ നടന്നു. രണ്ടാമത്തെ കേസ്, പ്ലെയിനിലുള്ള യാത്ര. ഇന്ന് ഞാൻ ഏകദേശം കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 50-ൽ പരം യാത്രകൾ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്, പ്ലെയിനിൽ മാത്രം. കാരണം ഒരു ഇതൊക്കെ 50-ൽ പരം യാത്ര ചെയ്യുമ്പോൾ എത്രയധികം എക്സ്പെൻസ് ഉണ്ടാവുമെന്നറിയാം. കാരണം ഈ എക്സ്പെൻസുകളൊന്നും ഞാൻ എടുക്കുന്നതല്ല, കർത്താവിൻ കൃപയാൽ കമ്പനി എനിക്ക് തരുന്നതാണ്. അപ്പോൾ ഇത്രയധികം യാത്രകൾ എനിക്ക് ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആഗ്രഹം നടന്നു. മൂന്നാമത്തേത് ഹെലികോപ്റ്ററിലുള്ള യാത്രയാണ്. ഏകദേശം ഇപ്പോൾ എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ 36 തവണ ഞാൻ ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു. ഹെലികോപ്റ്ററിൻ്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തു. അതിനുള്ള അവസരങ്ങളൊക്കെ ദൈവം എനിക്ക് തന്നു. എന്തുകൊണ്ട് തന്നു? കർത്താവിൽ ആ വിശ്വാസം മുഖാന്തരമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ ഒന്നിനും പ്രാർത്ഥിക്കുന്നതല്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നതല്ല. കാരണം എൻ്റെ വിശ്വാസം എന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്തെല്ലാം നന്മ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസപ്രകാരം നമുക്ക് ഭവിക്കുന്നതാണ് എന്ന് വിചാരിക്കുന്നു. പ്രതികാലം നാലാമത്തെ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ ഒരു 4 വർഷം മുമ്പ് എടുത്തതായിരുന്നു ഖത്തറിൽ കളി കാണണമെന്നുള്ളത്. അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലം ഖത്തറാണ്, എനിക്കറിയാം. ഞാൻ പോകുന്നത് ഒരു ഒക്ടോബറിലാണ്, ഒക്ടോബർ ലാസ്റ്റ്. കളി തുടങ്ങുന്നത് ഒരു ഡിസംബറിലാണ്. അപ്പോൾ ഏകദേശം കർത്താവിൻ്റെ ഒരു വാഗ്ദത്തം എന്ന് വെച്ചാൽ, നമ്മളെടുത്ത തീരുമാനപ്രകാരം
ഇപ്പോൾ ഞാൻ ജനുവരി പോവുകയാണെങ്കിൽ വേൾഡ് കപ്പിന് ശേഷം പോകുന്നു എന്നുള്ളതാവും. ഞാൻ പക്ഷെ പോയത് ഒക്ടോബറിലാണ്. എന്ന് വെച്ചാൽ കളി നടക്കുന്നതിന് മുമ്പ് എനിക്ക് ടിക്കറ്റ് വരെ കിട്ടുവാന്നൊക്കെ ഇടയായി, എനിക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ ഈ ലൂസൈൽ പോലുള്ള എല്ലാ സ്റ്റേഡിയങ്ങളും എനിക്ക് മുകളിൽ നിന്ന് കാണുവാൻ സാധിച്ചു. എല്ലാവരും കളി ഉള്ളിലിരുന്ന് കാണുമ്പോൾ എനിക്ക് എല്ലാ സ്റ്റേഡിയത്തിൻ്റെ മുകളിലൂടെ എനിക്ക് പോകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അപ്പം ഞാൻ പറയട്ടെ, ഒരൊറ്റ യാത്രയിലൂടെ എനിക്ക് 4 സൗഭാഗ്യങ്ങളാണ് ദൈവം തന്നത്. ഒന്ന്, എനിക്ക് ജോലി, ഹെലികോപ്റ്റർ യാത്ര, പ്ലെയിൻ യാത്ര. 4, ഖത്തറിലെ ഫുട്ബോൾ കാണുവാനുള്ള ദൈവിക അവസരം. പ്രതികാല ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാവരും വിശ്വസിക്കണമെന്നൊന്നുമില്ല. പണ്ട് ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ ബേസിൽ ബസ്സാണ്. അപ്പോൾ 4:30 3:45 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. കളിയൊക്കെ കഴിഞ്ഞ് 4:15 4:30 അപ്പോഴത്തേക്ക് കളിയുടെ ഭാരം ഉള്ളതുകൊണ്ട് പോകുന്ന റൂട്ടിലൊക്കെ ബാഗ് വേറൊരാൾക്ക് കൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കിൽ ഓരോ സ്റ്റോപ്പുകളിൽ ഇങ്ങനെ നിർത്തും. ആ നിർത്തുമ്പോൾ ചിലപ്പോൾ ഓറഞ്ച് കാണും, ആപ്പിൾ കാണും. അപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ഇന്ന് ഓറഞ്ച് കിട്ടിയായിരുന്നെങ്കിൽ. ഇറങ്ങിപ്പോയി മേടിക്കാനുള്ള പൈസയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു എന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കും, ചിലപ്പോൾ ആപ്പിൾ പപ്പ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കപ്പ ബിരിയാണി ആണെങ്കിൽ ചിലപ്പോൾ അന്ന് ഏഷ്യാഡും കപ്പയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയ തലമുറകളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പറയാൻ സാധിക്കുമായിരുന്നു, നിങ്ങളുടെ ചെറിയ ആഗ്രഹമാണോ വലിയ ആഗ്രഹമാണോ, കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അത് അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നൊരു കർത്താവാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രതികാലം നമ്മുടെ ഓരോ ജീവിതത്തിലും ഫെയ്ത്താണ് നമ്മുടെ ജീവിതത്തിൽ. വിശ്വാസം മൂലം മാത്രമാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം വിശ്വാസം ഇല്ലാണ്ട് നമ്മൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രതികാലം എന്നെക്കാളും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളാണ്. പ്രതികാല് കഴിഞ്ഞ ആഴ്ച ലാലുകളുടെ അനുഭവം പറഞ്ഞതുപോലെ എന്ത് മനോഹരമായിട്ടാണ് താൻ ലീഡ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു 3/4 മണിക്കൂറാണ് താൻ ഈ പ്രസംഗപീഠത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ബൈബിളിൽ നിന്നുള്ള ഓരോ വാക്യങ്ങളും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. അത് എന്തുകൊണ്ടാവുന്നു? തൻ്റെ ഉള്ളിലുള്ള വിശ്വാസം മൂലമാണ്. തൻ്റെ എക്സ്പീരിയൻസ്, വിശ്വാസം, ബൈബിളിലുള്ള ജ്ഞാനം, അതൊക്കെ മുഖാന്തരമാണ് ദൈവം തന്നത്. അതുപോലെയാണ് ഞാനും ഇപ്പോൾ പറഞ്ഞതുപോലെ താലന്ത് പരിശോധനകളിലൊക്കെ ഞാൻ 5ലും 6ലൊക്കെ വളരെയധികം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് പ്രസംഗിച്ചും ആ സമയങ്ങളിൽ താലന്ത് പരിശോധന റൂൾ എന്ന് വെച്ചാൽ 2 വിഷയം തരും: പ്രാർത്ഥന, സ്നേഹം. ഈ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രസംഗം ഞാൻ പപ്പയോട് പറയും, എഴുതി തരാൻ പറയും. ഈ 2 ഞാൻ പഠിക്കും. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്ന് വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് കാണാപ്പാടെ പഠിച്ച് ഞാൻ പറയും, ഇതേത് വന്നാലും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ താലന്ത് പരിശോധനയുടെ റൂളൊക്കെ മാറ്റി. ആ സമയത്ത് 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വിഷയം തരും, അപ്പോൾ ബൈബിളിൽ നിന്ന് എടുത്ത് നിങ്ങൾ പറയണം. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു മുട്ടിടിപ്പായി, മൈക്ക് കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ വിഷയം ഉണ്ടെങ്കിലും പ്രസംഗത്തിൽ മാത്രം എൻ്റെ പേര് ചേർക്കലെന്ന് ഞാൻ പറയും. കാരണം ഇപ്പോഴാണെങ്കിലും മൈക്ക് കിട്ടിയ പാട്ട് പാടാൻ എന്നാൽ ഒരു വിറയലൊക്കെ പോലെയാണ്, ഒരു സ്റ്റേജ് ഫിയർ പോലെ. അത് ഇന്ന് ഇത്രയും സമയം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഞാൻ പോലും കരുതിയതല്ല. അത് ഇന്നലെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മുന്നെയാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്, വിശ്വാസത്തെപ്പറ്റി 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണം. പ്രത്യേക വിശ്വാസത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. പ്രത്യേക നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം.